അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്തെ മോമിനിങ്ങളെ, ഇണ്ട് നിങ്ങളുടെ മുന്നിലുള്ള ഞാൻ പലക്ക് വരുന്നത് തറാവീഹും അതിലൊട്ടിക്ക് നിങ്ങൾ നിസ്കരിക്കുന്ന വിത്ർ നിസ്കാരത്തെ വിഷയത്തിലുമായിട്ടിക്കട് റമദാനായിട്ടിക്കട് നിങ്ങളുടെ മുന്നിൽ കടന്നു വന്നുകൊണ്ടുള്ളത്. റമദാനിൽ പ്രത്യേകമായ സുന്നത്തുള്ളനക്കത്തെ ഒരു നിസ്കാരമായിട്ടിക്കട് തറാവീഹ് നിസ്കാര. അതിൻ്റെ വിഷയത്തിൽ അത് എപ്പോൾ നിസ്കരിക്കണോ, എത്ര നിസ്കരിക്കണോ, എങ്ങനെ നെയ്യത്ത് വെക്കണോ, ഓരോ ജണ്ടറക്കാത്തിൻ്റെ ഇടയിൽ എന്തൊരു ചൊല്ലണോ, നാലരക്കാത്തിൻ്റെ ഇടയിൽ എന്തൊരു ചൊല്ലണോ, ഇങ്ങനത്തുള്ള വിഷയങ്ങളായിട്ടിക്കട് ഇന്നത്തെ ഈ വീഡിയോയിൽ ചൊല്ലത്. എല്ലാ ആൾമാരും കറക്റ്റ് ഈ ക്ലാസ് കറക്റ്റ് കേൾക്കണം. ആണിങ്ങൾക്ക് ഞാൻ ഇത് പ്രത്യേകമായിട്ട് ചൊന്നു തരണായ അകറ്റയില്ല. കാരണം അങ്ങ് പള്ളിക്ക് വന്നിട്ട് നിസ്കരിക്കുന്നത് കൊണ്ടു അതിൻ്റെ വിഷയങ്ങളെല്ലാം കറക്റ്റ് അങ്ങ് കൊന്തിക്കിട്. അതേ ടൈമിൽ പെണ്ണിങ് ഔത്ത് നിസ്കരിക്കുന്നത് കൊണ്ടു ഒരു നിസ്കാരങ്ങൾ നിസ്കരിക്കാറ് ദ്വാര തെണിക്കാറ് ಹೊರತು ಅದರ ಪರಿಪೂರ್ಣ ರೂಪ ಅಂಕ್ ಬೇಣಾಯ പോലെ കിട്ടിക്കൊണ്ടില്ല കിട്ടിട്ടിക്കൊണ്ടില്ല. അപ്പോൾ എന്താക്കണം അങ്ങൊന്ന് യൂസ്ഫുൾ ആവട്ട് ചെന്നിട്ടായിട്ടിക്കട് ഈ ഒരു വിഷയം ഞാൻ സെലക്ട് ആക്കിയത്. പിരിസത്തെ മോമിനിങ്ങളെ, റമദാനിൽ മാത്രം സുന്നത്തുള്ളണിക്കത്തെ ഒരു നിസ്കാരമായിട്ടിക്കട് തറാവീഹ് നിസ്കാര. എല്ലാ നാളും ഇഷാ നിസ്കരിച്ച പിന്നായിട്ടിക്കട് അതിൻ്റെ ടൈമും, അതായത് റമദാൻ തിങ്കളിൽ ഇഷാ നിസ്കരിച്ച പിന്നായിട്ടിക്കട് അതിൻ്റെ ടൈമും. അപ്പോൾ ഇതിൻ്റെ റക്കാത്ത് ഉണ്ടുള്ളത് 20 റക്കാത്തായിട്ടിക്കട്. കൊറിയ ബിദഅത്ത് ആൾമാർ 8-12 ചൊല്ലാറ്. അതെനിക്ക് വിവര ബുദ്ധി ഇൽമെന്തും ഇല്ലാത്തത് കൊണ്ട്, ജ്ഞാന നോളജ് ഇല്ലാത്തത് കൊണ്ട് അങ്ങ് ചൊല്ലതായിട്ടിക്കട് പഠിക്കാത്തത് കൊണ്ടു അതങ്ങനെ നിങ്ങൾക്ക് സൈഡിൽ വെക്കുക. ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിലെ ഉലമാക്കൾ എന്തൊരു പഠിപ്പാറ്റിറാറുണ്ട് നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇമാം നവവി തങ്ങളെ പോലത്തെ, ഇബ്നു ഹജർ തങ്ങളെ പോലത്തെ, ഇമാം ഗസാനി തങ്ങളെ പോലത്തെ മഹത്തുക്കൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നതായിട്ടിക്കട് തറാവീഹ് നിസ്കാര 20 റക്കാത്തുണ്ടുള്ളത്. അവ എങ്ങനെ തന്നെ നിയത്ത് വെക്കണം വെച്ചെന്നെങ്കിൽ സിംഗിളായിട്ട് നിസ്കരിക്കുന്ന ഇക്കുവാറ്, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ആൾമാരല്ല ഇക്കുവാറ്. ജമാഅത്ത് പ്രത്യേക സുന്നത്തുള്ളതായിട്ട് കിടന്നെങ്കിൽ മാക്സിമം ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ നോക്കണം. ഇനി നിങ്ങൾക്ക് ആരും നിങ്ങളെ ഒട്ടിക്ക് നിസ്കരിക്കാൻ കിട്ടിയില്ലെങ്കിൽ നിസ്കരിക്കാണ്ടിരിക്കണ്ട. അപ്പം നിങ്ങൾ എന്താക്കണോ, സിംഗിളായിട്ടും നിങ്ങൾക്ക് നിസ്കരിക്കാം. സിംഗിളായിട്ട് നിസ്കരിക്കണമെങ്കിൽ തറാവീഹ് 2 റക്കാത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു അക്ബറായിട്ട് ഞാൻ നിസ്കരിക്കാനായിട്ട് നിയത്ത് വെച്ച് കൈകെട്ട. അങ്ങനെ ജമാഅത്തായിട്ട് നിസ്കരിക്കണമെങ്കിൽ ജമാഅത്രയും കൂടി കരുതിയെങ്കിൽ അവിടെ വിഷയം തീർത്ത് അങ്ങനെ കൈ കെട്ടിട്ട് വജ്ജഹത്ത് ഓതിട്ട് ഫാത്തിഹ ഓതിട്ട് നോർമൽ നിങ്ങൾക്ക് ഗുന്തുള്ളണക്കത്ത് സൂറത്ത് ഓതിട്ട് നിങ്ങൾ നിസ്കരിക്കുക. നോർമൽ നിസ്കാരം ഇല്ല, ഇപ്പം ദുഹാ നിസ്കാര, തഹജ്ജുദ് നിസ്കാരം, വേറെ റവാത്തിബ് നിസ്കാരമല്ല, അതേപോലത്തെ നിസ്കാരമായിട്ട് ജൻ റക്കാത്ത് 20 റക്കാത്ത് ഒട്ടിക്ക് നിസ്കരിക്കണമല്ല, ജണ്ട് റക്കാത്തായിട്ടായിട്ടിക്കണം നിങ്ങൾ നിസ്കരിക്കണമായത്. അപ്പോൾ തറാവീഹ് 20 റക്കാത്ത് ചൊന്നല്ല നിയത്ത് വെക്കണമായത്. പിന്നെ തറാവീഹ് 2 റക്കാത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആല വേണമായിട്ട് ഇമാമിൻ്റെ ഒട്ടിക്ക് ഞാൻ നിസ്കരിക്കുക, അല്ലെങ്കിൽ ഇമാമിൻ്റെ അടുത്ത് ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെ വേണോ അതുപോലെ. അങ്ങനെ നിയത്ത് വെച്ച് കൈ കെട്ടിട്ട് വജ്ജഹത്ത് ഓതണോ, ഫാത്തിഹ ഓതണോ, ഫാത്തിഹ ഓതിട്ട് സൂറത്തെല്ലാം ഓതിട്ട് അങ്ങനെ നിസ്കരിക്കണം. 2 റക്കാത്തായ പിന്നെ നെക്സ്റ്റ് 2 റക്കാത്ത് എണിക്കിற ഇടയിൽ ആ എണിക്കിற ടൈമിൽ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലണം. അത് അപ്പോൾ നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഒരാളാരെങ്കിലും ചൊന്നു കൊടുക്കുക, സൊല്ലു അലാ സയ്യിദിന മുഹമ്മദ്. അപ്പോൾ കൂടി എല്ലാം ഒട്ടിಗೆ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി ചെന്നമയോ എന്നിട്ട് പിന്നെയും നിയത്ത് വെച്ച് 2 റക്കാത്ത് നിസ്കരിക്കുക. അങ്ങനെ 4 റക്കാത്താവുമ്പോൾ സൊല്ലു അലാ സയ്യിദ്ന മുഹമ്മദ് ചൊന്ന് തെണിക്കിറല്ല. അവിടെ എന്താക്കണം, 4 റക്കാത്തൈത്ത അവിടെ സ്റ്റോപ്പാക്കി തെച്ചിട്ട് അവിടെ സൊല്ലു അല നബിയിൽ മുസ്തഫൽ മുഖ്താർ സയ്യിദ്ന മുഹമ്മദിൻ വാലി അങ്ങനെ എന്തെങ്കിലും ചെന്നിട്ട് ഇതിൽ വലിയ സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദ്ന മുഹമ്മദ് വഅലാ ആലി സയ്യിദ്ന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി ഇങ്ങനെ 3 വട്ടം ചെന്നിട്ട് റമളാനിൽ പ്രത്യേക ചൊല്ലണ ഒരു ദിക്റുണ്ടല്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. ഈ ഒരു ദിക്ർ ഇത് 3 വട്ടം ചൊല്ലണം. അങ്ങനെ ചെന്നിട്ട് അല്ലാഹുമ്മ റഹംനി യാ റഹ്മർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ റഹ്മർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ റഹ്മർ റഹീമീൻ ഇങ്ങനെ ചൊല്ലണം. ഇപ്പോൾ ഫസ്റ്റത്തെ 10 ആയിട്ടിരുന്നെങ്കിൽ, മിഡിലെ 10 ആയിട്ടിരുന്നെങ്കിൽ ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന പിന്നെ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ 3 വട്ടം ചൊല്ലണം. ലാസ്റ്റത്തെ 10 ആയപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല ഇതല്ല ചെന്ന പിന്നെ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ അത് 3 വട്ടം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി ഇത് 3 വട്ടം. ഇങ്ങനെ ചെന്നിട്ട് ഈ 4 റക്കാത്തായപ്പോൾ ഇത്ര ചെന്നിട്ടായിട്ടിക്കണം നെക്സ്റ്റ് നിങ്ങൾ എണിക്കണമായത്. അങ്ങനെ 20 റക്കാത്തും പൂർത്തിയായെങ്കിൽ പിന്നെ എന്താക്കണം, തറാവീഹിൽ ഒരു ദുആ ഇറക്കണം. എന്തോ ചെറിയ ദുആമയോ വലിയ എന്ത് വലിക്കണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് ചെന്നിട്ട് പിന്നെ തറാവീഹുള്ളൊരു ദുആ. അത് നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ അത് ഫുള്ള് ഗൊന്തിക്കാല. അപ്പോൾ എന്താക്കണം, ചെറിയൊരു ദുആ ഞാനിപ്പോൾ ചൊന്നു തൻ്റെതുപോലെ നിങ്ങൾ ദുആ ഇറക്കണം. അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമളാൻ ഉതഖാഅ വതുലഖാഅ വഖുലസാഅ വഉമനാഅ മിനൻ നാർ ഇജ്അൽനാ മിൻ ഉതഖാഇക വതുലഖാഇക വഖുലസാഇക വഉമനാഇക മിനൻ നാർ ഇജ്അൽനാ യാ ഇലാഹനാ യാ അല്ലാഹ്
യാ അല്ലാഹ് മിനസ് സുഅദാഇൽ മഖ്ബൂലീൻ വലാ തജ്അൽനാ മിനൽ അഷ്ഖിയാഇൽ മത്റൂദീൻ. ഇങ്ങനെ ഒരു ദുആ പറഞ്ഞിട്ട് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ചെന്നിട്ട് പിന്നെയും അഷ്ഹദു അല്ലാ ഇലാഹ അങ്ങനെ ചെല്ലുണ്ടെങ്കിൽ ചെല്ല, ഇല്ലെങ്കിൽ അപ്പമേ സ്റ്റോപ്പാക്കിയിട്ട് ഔത്തിറു റഹിമക്കുമുല്ലാ, അതായത് അർത്ഥ നിങ്ങൾ വിത്ര നിസ്കരിക്കുക, നിങ്ങളുടെ വിത്ര നിസ്കരിക്കൂ. ഔത്തിറു റഹിമക്കുമുല്ല. അവിടെ കുറേ ആൾമാർ ഇങ്ങനെ അവിത്രു റഹിമക്കുമുല്ല ഉണ്ടല്ലോ ചൊല്ലുന്നത്, അവിത്രു ഉണ്ടല്ല ചൊല്ലുന്നത്, ഔത്തിറു റഹിമക്കുമുല്ല ചൊല്ലണം. നിങ്ങൾ വിത്ര നിസ്കരിക്കൊണ്ടുള്ളതായിട്ട് ഇക്കട്. അങ്ങനെ നിങ്ങൾ വിത്ര ഗണിക്കണം. വിത്തറുണ്ടുള്ളത് സാധാരണ മാക്സിമം 1 റക്കാത്തോളം നിങ്ങൾക്ക് നിസ്കരിക്കാം. നിങ്ങൾ പള്ളിയിലുള്ള സാധാരണ നിസ്കരിച്ച് പണ്ടത് 3 റക്കാത്തായിട്ട് ഇക്കട്. അപ്പോൾ എന്തിനാക്കണം, അതും അങ്ങനെ ജൻ റക്കാത്തായിട്ട് നിസ്കരിക്കണം. ലാസ്റ്റ് 1 റക്കാത്ത് 3 റക്കാത്ത് നിസ്കരിക്കണമെങ്കിൽ ഫസ്റ്റ് ജൻ റക്കാത്ത് നിസ്കരിക്കണം, പിന്നെ 1 റക്കാത്ത്. 11 റക്കാത്ത് നിസ്കരിക്കണമെങ്കിൽ ഫസ്റ്റ് ജണ്ടാക്കിയിട്ട് 10 ആക്കണം, പിന്നെ 1 റക്കാത്ത് നിസ്കരിക്കണം. അപ്പോൾ വിത്തർ നിസ്കാര ജൻ റക്കാത്ത് കിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആല വേന നിസ്കരിക്കുന്നത് നിയ്യത്ത് വെച്ചിട്ട് കൈ കെട്ടണം. അങ്ങനെ കൈ കെട്ടിയിട്ട് വജ്ജഹ് തോന്നും നോർമൽ ഫാത്തിഹ ഓതിട്ട് പ്രത്യേക സുന്നത്തുള്ള 3 റക്കാത്ത് നിസ്കരിക്കണമെങ്കിൽ ഫസ്റ്റ് റക്കാത്തിൽ സബ്ബിഹിസ്മ സൂറത്ത് ഓതണം, രണ്ടാമത്തെ റക്കാത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതണം, മൂന്നാമത് അങ്ങനെ ഓതിയിട്ട് അത് ജൻ റക്കാത്ത് പൂർത്തിയാവും. സലാം വിട്ടിട്ട് എണിച്ചിട്ട് വിത്ർ 1 റക്കാത്ത് അല്ലാഹു തആല വേനായിട്ട് നിസ്കരിക്കാൻ. അങ്ങനെ ആ ഫാത്തിഹ ഓതിയിട്ട് ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയ മയ്യാവും. അവിടെ ഞങ്ങൾ 3 സൂറത്ത് ഓതിയതായിട്ടിരിക്കണം നല്ലത്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇങ്ങനെ 3 സൂറത്ത് ഓതിയിട്ട് ഞങ്ങൾ എന്താക്കണം, നിസ്കാരം പൂർത്തിയാക്കണം. ഇനി റമദാൻ പോണഞ്ചായ പിന്നെ 16ാമത്തെ നാളിൽ പിന്നെ വിത്തർ നിസ്കാരത്തിൽ ലാസ്റ്റിൽ കുനൂത്തുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ടൈമായപ്പോൾ ആ ടൈമിൽ ഇൻഷാ അല്ലാഹ് ഇതിനെ ಬಗ್ಗೆ നമുക്ക് പലക്കെ പറയാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അങ്ങനെ വിത്തർ നിസ്കരിച്ചിട്ടുള്ളായ പിന്നെ പള്ളിയിൽ സാധാരണ നീയത്ത്, നാളത്തെ നോമ്പിലെ നീയത്ത് ഇൻഡിജാവെ ചൊന്നു കൊടുക്കലുണ്ട്. കാരണം എന്ത് ചൊന്നു കൊടുക്കലും ചെന്നെങ്കിൽ അത് പിന്നെ ആൾമാർ പോയിട്ട് ബിസിയിലായിട്ട് മറന്നു പോകണ്ട ചെന്നിട്ടായിട്ട് ചൊന്നു കൊടുക്കുറോ. നിങ്ങൾ ആ ടൈമിൽ വെക്കറോ അല്ല നിങ്ങൾ കിടക്കുന്ന ടൈമിൽ വെക്കറോ, നിങ്ങളെ ഇഷ്ടം ഏതായാലും. ആ ടൈമിലും അത് കഴിഞ്ഞിട്ട് വിത്തർ ഒരു ദുആവും കൂടി നിങ്ങൾ ദ്വാർക്കണം. അതിലൊട്ടിക്ക് നിങ്ങൾക്ക് എന്തെല്ലാം മുറാദ് അല്ലാഹുട്ട ഉണ്ട് എല്ലാം നിങ്ങൾ അല്ലാഹുട്ട ദ്വാർക്കാം. ദ്വാരുന്നെങ്കിൽ വലിയ ഉത്തരം കിട്ടാൻ എനിക്ക് അത്ര ടൈമിങ് കൂടിയായിട്ട് കിട്ടും. നിങ്ങൾ എല്ലാ ദ്വാലും സാധുവായ എന്നുണ്ട് എൻ്റെ കുടുംബത്തെയും നിങ്ങൾ പെടുത്തണം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.